നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, സ്ത്രീകൾ, വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ, കർഷകർ, പ്രത്യേകിച്ച് PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട നിരവധി പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പെൻഷൻ വിതരണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുതൽ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട മസ്റ്ററിംഗ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില മസ്റ്ററിംഗ് മാത്രമല്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ പാലിക്കേണ്ട പരിശോധനകൾ, PM കിസാന്റെ പുതിയ നിയമങ്ങൾ വരെ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നുണ്ട്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. കാരണം ഓരോ ഇൻഫർമേഷനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി ക്ഷേമ പെൻഷൻ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സാധാരണയായി വേഗത്തിൽ പൂർത്തിയാകും. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിനും നേരിട്ട് പണമായി ലഭിക്കുന്നതിനും തമ്മിൽ ചെറിയ സമയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസം 19-ാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത്. 31-ാം തീയതിക്കുള്ളിൽ തന്നെ അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരാൾക്ക് പണം അക്കൗണ്ടിൽ എത്തിയെന്ന കാരണത്താൽ മാത്രം മറ്റൊരാൾക്കും അതേ ദിവസം തന്നെ ലഭിക്കണമെന്നില്ല. ഇതാണ് പലപ്പോഴും ഗുണഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ബാങ്ക് വഴിയുള്ള വിതരണം, പണം നേരിട്ട് കൈപ്പറ്റുന്ന തീയതി, അതുപോലെ തന്നെ രേഖകളുടെ പരിശോധന എന്നിവയ്ക്ക് അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ പെൻഷൻ ഒരു ദിവസം വൈകിയെന്ന കാരണത്താൽ ഉടൻ തന്നെ പെൻഷൻ നിർത്തിയെന്ന് കരുതേണ്ടതില്ല. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മസ്റ്ററിംഗ്. പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ശ്രദ്ധിക്കുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇടയ്ക്കിടെ അവരുടെ ജീവിച്ചിരിപ്പും തിരിച്ചറിയൽ വിവരങ്ങളും സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികൾ ആവശ്യമായി വരാറുണ്ട്. ഇതിനെയാണ് സാധാരണയായി മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. പെൻഷൻ വാങ്ങുന്ന ഒരാൾ ആവശ്യമായ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാതിരുന്നാൽ തുടർന്നുള്ള പെൻഷൻ വിതരണത്തിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 30 അവസാന തീയതി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയായിരിക്കുന്നതിനാൽ എനിക്ക് പെൻഷൻ മസ്റ്ററിംഗ് സാധിച്ചില്ല, അതുപോലെ യാത്രയിലായിരുന്നതിനാൽ ചെയ്യാൻ കഴിഞ്ഞില്ല, ആധാർ സംബന്ധമായ തിരുത്തലുകൾ നടക്കുകയായിരുന്നു, രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പല കാരണങ്ങളും ചില ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇനി നമ്മൾ ഈ പെൻഷൻ മസ്റ്ററിംഗ് 30-ാം തീയതി വരെയാണ്. സെപ്റ്റംബർ 30 എന്നുള്ള തീയതിയാണ് അവസാന തീയതി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുള്ളവർ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അധികൃതർ നിർദ്ദേശിക്കുന്ന സംവിധാനത്തിലോ പരിശോധിക്കുന്നത് സുരക്ഷിതമാണ്. ഇനി വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് വിധവാ പെൻഷൻ ലഭിക്കുന്നവരുടെ കുടുംബ അതുപോലെ വൈവാഹിക സ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ട പരിശോധനകളുടെ സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിധവാ പെൻഷൻ ലഭിക്കുന്നവർക്ക് വാർഷികമായി ആവശ്യമായ സ്ഥിരീകരണ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കേണ്ടത് പ്രധാനമാണ്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, കുടുംബ സാഹചര്യത്തിൽ മാറ്റമുണ്ടോ, അതുപോലെ രേഖകളിൽ മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട സംവിധാനത്തിൽ ശരിയായി രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനായി തെറ്റായ വിവരം നൽകുന്നത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ രേഖകളിൽ മാറ്റമുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നത് നല്ല ശരിയായ നടപടിയാണ്. മസ്റ്ററിംഗ് പൂർത്തിയായതിനു ശേഷം, എല്ലാവരും പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത നടപടിക്രമവും ഒരുപക്ഷെ കൂടുതൽ ശക്തമാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അർഹതയില്ലാത്തവരെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം, ഉദാഹരണത്തിന് 1000 cc മുകളിലുള്ള കാർ ഉള്ളവർക്കും, അതുപോലെ വീടിന്റെ വിസ്തീർണം, അതുപോലെ ആഡംബര സൗകര്യങ്ങളുണ്ടോ, ഭൂമി രേഖകൾ എന്നിവയെല്ലാം ഭാവിയിൽ പരിശോധിക്കാൻ, ഒരു ഉദാഹരണത്തിന് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അവരെ ഒഴിവാക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ അർഹരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നൊരു പദ്ധതിയാണ്.
എന്നാൽ പദ്ധതിയുടെ നിബന്ധനകൾ പാലിക്കാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തിയാൽ അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അർഹതയില്ലാത്ത രീതിയിൽ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ച തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ PM കിസാൻ സംബന്ധിച്ച് തുക അക്കൗണ്ടിൽ ലഭിക്കുന്നത് എന്നത് മാത്രം നോക്കാതെ താൻ യാഥാർത്ഥത്തിൽ പദ്ധതിക്ക് അർഹനാണോ എന്നതും ഉറപ്പാക്കണം. ആരാണ് PM കിസാൻ സംബന്ധിച്ച് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബത്തിന്റെ സ്ഥിതി, ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സർക്കാർ നിബന്ധനകൾ, വരുമാന നികുതി സംബന്ധിച്ച യോഗ്യത തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി വരുന്നത്. ഇതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷനിലും വരുന്നത്. ഈ ഒരു പെൻഷൻ, അതായത് PM കിസാനിൽ ഇതുപോലെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് PM കിസാൻ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഇപ്പോൾ നോക്കുന്നുണ്ട്. അതുപോലെ യോഗ്യത തെറ്റിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ PM കിസാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു പക്ഷേ തെറ്റിച്ചവർക്ക് തിരിച്ച് അടയ്ക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതായത് ഈ ഒരു പദ്ധതിയുടെ അർഹത, അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സർക്കാർ നിബന്ധനകൾ, വരുമാന നികുതി സംബന്ധിച്ച യോഗ്യത തുടങ്ങിയവ കാര്യങ്ങൾ പ്രധാനമാണ്. പ്രത്യേകിച്ച് വരുമാന നികുതി അടയ്ക്കുന്ന ചില വിഭാഗങ്ങൾ പദ്ധതിയുടെ അർഹതയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം വ്യക്തികൾ വ്യാജമായോ തെറ്റായ രീതിയിലോ ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാകും. അതിനാൽ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും പേരിൽ PM കിസാൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി അനുവദനീയമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി തെറ്റായി പണം ലഭിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഒരു വ്യക്തി അർഹനല്ലെന്ന് പിന്നീട് കണ്ടെത്തിയാൽ മുൻപ് ലഭിച്ച തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകാം. ചില കേസുകളിൽ സർക്കാർ സംവിധാനങ്ങൾ വഴി റിക്കവറി നടപടികൾ സ്വീകരിക്കാം. അതിനാൽ അക്കൗണ്ട് പണം വരുന്നതിന് കൊണ്ട് മാത്രം സ്വന്തമായി ഉപയോഗിക്കുന്ന പണമാണെന്ന് കരുതരുത്. താൻ നൽകിയ വിവരങ്ങൾ ശരിയാണോ, ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമാണോ, കുടുംബത്തിലെ മറ്റാരെങ്കിലും ഇതേ ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ടോ, അതുപോലെ വരുമാന നികുതി സംബന്ധമായ അർഹതയിൽ പ്രശ്നമുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുക. കർഷകർ ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നിങ്ങളുടെ ഗുണഭോക്തൃ വിവരങ്ങൾ പരിശോധിക്കുക. രണ്ടാമതായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. മൂന്നാമതായി ആധാർ സംബന്ധമായ വിവരങ്ങൾ പിശകുണ്ടോ എന്ന് പരിശോധിക്കുക. നാലാമതായി ഭൂമിയുടെ രേഖകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അഞ്ചാമതായി നിങ്ങൾക്ക് പദ്ധതിയുടെ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക. ആറാമതായി കുടുംബത്തിലെ മറ്റൊരാൾ അതേ പദ്ധതിയിൽ അനർഹരായി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃഷി ഓഫീസിലോ ബന്ധപ്പെട്ട ഔദ്യോഗിക ഓഫീസിലോ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വളരെയധികം വേഗത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പെൻഷൻ സംബന്ധിച്ചും PM കിസാൻ സംബന്ധിച്ചും അതുപോലെ ഈ കാര്യങ്ങളെല്ലാം പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. 5000 രൂപ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും, അതുപോലെ PM കിസാൻ 10,000 എന്നെല്ലാം പറഞ്ഞ് അതൊന്നും വിശ്വസിക്കരുത്. OTP ആരുമായും ഷെയർ ചെയ്യരുത്. പെൻഷൻ വാങ്ങുന്നവർ ഇനി ഈ ഒരു കാര്യം കൂടി പരിശോധിക്കുക. നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, ആധാർ വിവരങ്ങൾ ശരിയാണോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ, നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റമുണ്ടോ, വിധവാ പെൻഷൻ ലഭിക്കുന്ന ആളാണെങ്കിൽ ആവശ്യമായ വൈവാഹിക സ്ഥിതി പരിശോധിക്കുക. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഒരു ചെറിയ രേഖാ പിശക് പോലും പിന്നീട് ആനുകൂല്യം ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.